ഹലോ സ്റ്റുഡൻസ്, ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത് ബാക്കിയുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില പ്രോസസ്സുകളാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് ഹൈഡ്രോ ഫോമിംഗ് പ്രോസസ്സ്. ഹൈഡ്രോ ഫോമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ട്, ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രഷർ കൊടുത്തിട്ട്, ഒരു മെറ്റലിൽ പ്രഷർ കൊടുത്ത് ലിക്വിഡിൻ്റെ ഫ്ലൂയിഡ് പ്രഷർ ഉപയോഗിച്ചിട്ട് ഒരു എന്തെങ്കിലും ഷേപ്പുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സാണ് ഹൈഡ്രോ ഫോമിംഗ് പ്രോസസ്സ്. അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇത്. പല ടൈപ്പ് ഹൈഡ്രോ ഫോമിംഗ് പ്രോസസ്സുകളുണ്ട്. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മെക്കാനിക്കൽ ഹൈഡ്രോ ഫോമിംഗ് ആണ്, അതുപോലെ ഇലക്ട്രിക്കലും. ഇതിൽ മെക്കാനിക്കൽ ഹൈഡ്രോ ഫോമിംഗ് പ്രോസസ്സാണ് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ചേമ്പർ, ഒരു മെയിനായിട്ടുള്ള ഒരു ചേമ്പറാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കാണാൻ പറ്റും, ഇതൊരു മെയിൻ ചേമ്പറാണ്, ഒരു മെയിനായിട്ടുള്ള ഒരു ചേമ്പർ. ആ ചേമ്പറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ചേമ്പറിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡിനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലൂയിഡ്, ആ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഫ്ലൂയിഡാണ്, ഒരു ലിക്വിഡാണ്. ആ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിറച്ച് വെച്ചിട്ടുണ്ട്. അത് ഇനി അതിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണ്, ഈ അപ്പർ പാർട്ടിൻ്റെ, ഇതാണ് അപ്പർ പാർട്ടാണ്, മുകളിൽ വരുന്ന ഭാഗം. ആ അപ്പർ പാർട്ടിൻ്റെ ഏറ്റവും താഴെ ഒരു പാഡ് കണ്ടില്ല, പാഡ്. ആ പാഡ്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു മെമ്പറുണ്ട്. ആ മെമ്പറിൻ്റെ പേരാണ് ഫ്ലെക്സിബിൾ ഡൈ മെമ്പർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പാർട്ടിന്, ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു പാർട്ടിനെ ഫ്ലെക്സിബിളാണ് എന്ന് പറഞ്ഞാൽ റബ്ബർ പോലെയാണ് എന്നർത്ഥം. ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും അത് മാറും. ഒരു റബ്ബറിൻ്റെ ഷീറ്റ് എങ്ങനെ ഉണ്ടാവും, അതേപോലത്തെ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ താഴെ വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം. ഫ്ലെക്സിബിൾ ഡൈ മെമ്പർ കണ്ടോ, ഈ ഒരു ഭാഗം, ഇതൊരു ഫ്ലെക്സിബിൾ മെമ്പറാണ്. ഒരു ഷീറ്റ് ഇങ്ങനെ താഴത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിലും സൈഡിലൊക്കെ കവർ ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പിൻ്റെ ഉള്ളിൽ ഫ്ലൂയിഡിനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊന്നാമത്തെ സ്റ്റെപ്പാണ്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ അടുത്തതായിട്ട് വരുന്നത് ബ്ലാങ്ക് ഹോൾഡറാണ്. ഇത് ബ്ലാങ്ക് ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഷേപ്പ് മാറ്റിയെടുക്കേണ്ടത് ഈ ഒരു ബ്ലാക്ക് പ്ലേറ്റ് ഉണ്ടില്ലേ, ബ്ലാക്ക് കളറിലൊരു പ്ലേറ്റ് ഉണ്ട്. ആ പ്ലേറ്റ് കൊണ്ട് നമുക്കൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. ആ ഷേപ്പ് എങ്ങനത്തെ ഷേപ്പാണ് വേണ്ടത്, ഇവിടെ ഒരു പഞ്ച് ഉണ്ടല്ലോ, ആ പഞ്ചിൻ്റെ ഷേപ്പിലാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് എക്സാക്ട്ലി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഇതാണ്. ഇങ്ങനെ ഒരു കപ്പ് ഷേപ്പിലുള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ബ്ലാക്ക് കളറിൽ കാണിച്ചില്ലേ, ഇതാണ് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് എങ്ങനെ എന്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്, ഒരു മെറ്റലിൻ്റെ ഷീറ്റാണ്. ഓക്കെ, മെറ്റലിൻ്റെ വലിയൊരു ഷീറ്റ്. ആ ഷീറ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഷീറ്റ് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണുക അല്ലേ. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ, മുകളിൽ നിന്ന് നോക്കുമ്പോഴോ, ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഷീറ്റ് ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോക്കുന്ന ഇവിടുന്ന് സൈഡിൽ നിന്നാണ്, അതുകൊണ്ടാണ് ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്, ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഷീറ്റ് എന്ത് ചെയ്തു, അതിൻ്റെ പറയുന്ന പേരാണ്, ആ ഷീറ്റിനെ പറയുന്ന പേരാണ് ബ്ലാങ്ക് എന്നാണ് വിളിക്കുക. ബ്ലാങ്ക്. ഈ ബ്ലാങ്ക് ഹോൾഡറിൻ്റെ മുകളിൽ വെച്ചു, പ്ലേസ് ചെയ്തു. എന്നിട്ട് ആ ബ്ലാങ്ക് ഹോൾഡറിൻ്റെ ഏറ്റവും താഴത്തായിട്ട് ഒരു പഞ്ച് ഘടിപ്പിച്ചിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാണ്. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇതിൽ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുന്നു,
പിന്നെ ബ്ലാങ്ക് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ടോപ്പ് ഓഫ് പ്രസ് ലോവേഡ് ആൻഡ് ഫ്ലൂയിഡ് ചേമ്പർ പ്രഷറൈസ്ഡ്. ഈ മുകളിലത്തെ ആ ചേമ്പർ താഴത്തോട്ട് കൊണ്ടുവരും, ഒന്നിങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് എന്ത് സംഭവിക്കുന്നത്, അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് പ്രസ്സാവും അല്ലേ, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെയുള്ള മെറ്റൽ ഷീറ്റിങ് ചെറുതായിട്ട് ചെറിയൊരു ബെൻഡിങ്ങൊക്കെ ഇങ്ങനെ വരും, സ്ട്രൈറ്റ് ആവില്ല, ചെറിയൊരു ബെൻഡ് വരും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഹൈ പ്രഷർ കൊടുക്കും. ഫ്ലൂയിഡ് ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് ഈ ഫ്ലൂയിഡിനെ പ്രഷറൈസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് എന്തായി, ഉള്ളിൽ നിന്ന് ഒരാൾ പിടിച്ച് പ്രഷറൈസ് ചെയ്യണം, ചുറ്റുഭാഗത്തോട്ടും ഉള്ളിൽ നിന്ന് ഒരു തള്ളൽ വരെയാണ്, ഒരു പുഷ് അല്ലേ. അപ്പോൾ അങ്ങനെ വരും. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ, മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ പഞ്ചുണ്ടല്ലോ, പഞ്ച് പുഷസ് അപ്വാർഡ് ഫോമിങ് മെറ്റൽ ബ്ലാങ്ക് എഗെയിൻസ്റ്റ് പ്രഷർ ചേമ്പർ. നേരത്തെ എവിടെയായിരുന്നു ഈ പഞ്ചുണ്ടായിരുന്നത്, ഇവിടെയാണ്, ഇവിടെ അങ്ങ് നിൽക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ആ പഞ്ചിനെ ഒന്നുകൊണ്ട് ഉയർത്തണം. പഞ്ചിന് ഉയർത്തിക്കൊണ്ട് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ, ഈ ഷീറ്റ് ഈ പഞ്ചിൻ്റെ അതേ ഷേപ്പിലോട്ട് ഇങ്ങനെ മാറിപ്പോകും. അത് എന്തുകൊണ്ടാണ്? അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇവിടെ മുകളിൽ ഒരു പ്രഷർ ചേമ്പർ അല്ലേ, മുകളിൽ പ്രഷർ ചേമ്പർ ആകുമ്പോൾ എങ്ങനെയാണ് പഞ്ച് മുകളിലോട്ട് പോവുക? അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെമ്പറാണ്. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, റബ്ബറിൻ്റെ ഷീറ്റ് പോലെ ഒരു മെമ്പറാണ്. അപ്പോൾ അത് ഏത് ഷേപ്പ്, അത് എങ്ങനെയും ആണെങ്കിലും ഇരുന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ സംഭവിച്ചോ അതാണ്, താഴത്തുനിന്ന് പഞ്ച് മുകളിലോട്ട് അപ്വാർഡിലോട്ട് പഞ്ച് പുഷ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, മുകളിൽ നിന്നും ഇവിടെ നിന്നൊക്കെ പ്രഷർ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഇവിടെ നിന്നൊക്കെ പ്രഷർ കൊടുക്കും. ഇവിടുന്ന് ഒരാൾ കുറച്ച് ആൾക്കാർ തള്ളുന്നുണ്ട്, താഴത്തുനിന്ന് ഒരാൾക്ക് കുറച്ച് ആൾക്കാർ തള്ളുന്നുണ്ട്. അപ്പോഴാണ് ഷീറ്റ് എന്ത് ചെയ്ത് ഇതേപോലെ ഷേപ്പിലോട്ട് മാറി വന്നത്. അപ്പോൾ ഇത് ഹൈഡ്രോ ഫോമിങ് പ്രോസസ്സാണ്. ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പഞ്ചിന് ഏത് ഷേപ്പ് വേണമെങ്കിലും, ഏത് ഷേപ്പിലുള്ള പഞ്ചായിക്കോട്ടെ, അതിനനുസരിച്ചിട്ട് ഈ റബ്ബറിൻ്റെ പാഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പഞ്ചിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് നോക്കുക, ഇങ്ങനെയാണെങ്കിൽ ഈ റബ്ബർ പാഡ് ഇതേമാതിരി നിന്ന് കൊടുക്കും. അപ്പോൾ ഏത് ഷേപ്പിലുള്ള പഞ്ച് ഉപയോഗിച്ചാലും ആ ഷേപ്പിൽ ഈ റബ്ബറിൻ്റെ പാഡ് മാറിക്കൊടുക്കും. ഓക്കെ. അപ്പോൾ അതാണ് ഹൈഡ്രോ ഫോമിങ് പ്രോസസ്സ്. ഇനി നാലാമത്തെ സ്റ്റെപ്പിലായിട്ട് എന്താണെന്ന് വെച്ചോ, ഈ അപ്പർ പാർട്ടിന് മുകളിലോട്ട് തന്നെ ഉയർത്തി, എന്നിട്ട് പഞ്ച് താഴ്ത്തിയിട്ട് നമ്മൾ ആ പ്രൊഡക്റ്റ് പുറത്തെടുത്തു. ഇതാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് പുറത്തെടുത്തു. എന്നിട്ട് ഞാൻ അടുത്ത പ്രോസസ്സിന് അടുത്ത ഷീറ്റ് വെക്കും, ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതാണ് ഹൈഡ്രോ ഫോമിങ് പ്രോസസ്സ്. ഇനി ഇപ്പോൾ പറഞ്ഞത് മെക്കാനിക്കൽ ഹൈഡ്രോ ഫോമിംഗ് ആണ്. ഇനി പറയാൻ പോകുന്നത് ഇലക്ട്രിക്കൽ ഹൈഡ്രോ ഫോമിംഗ് ആണ്. ഇലക്ട്രിക്കൽ ഹൈഡ്രോ ഫോമിങ്ങിൽ പ്രധാനമായിട്ടും വരുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ്. ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ മെക്കാനിക്കൽ ഹൈഡ്രോ ഫോമിങ്ങിൽ മെക്കാനിക്കൽ ഡിവൈസ്, പഞ്ച് അതുപോലെ മറ്റ് ചേമ്പറുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു ടൈപ്പിൽ ഇലക്ട്രിക്കൽ ഹൈഡ്രോ ഫോമിംഗ് എന്ന പ്രോസസ്സിൽ എന്താ സംഭവിച്ചത്, ഒരു കണ്ടെയ്നർ എടുത്തു. ആ കണ്ടെയ്നറിൽ വാട്ടർ ഫില്ല് ചെയ്തു. ഈ ബ്ലൂ കളറിൽ കാണിച്ചതൊക്കെ വാട്ടറാണ്. വാട്ടർ ഫില്ല് ചെയ്തു. ഓക്കെ. വാട്ടർ ഫില്ല് ചെയ്തു. അങ്ങനെ വാട്ടർ ഫില്ല് ചെയ്തതിന് ശേഷം ആ വാട്ടറിലോട്ട് രണ്ട് ഇലക്ട്രോഡ് താഴ്ത്തി വെച്ചു. എന്നിട്ട് ആ ഇലക്ട്രോഡ് നേരെ ഇങ്ങോട്ട് കൊടുത്തു. ഇലക്ട്രോഡ് നേരെ ടു പവർ സപ്ലൈ ആൻഡ് കപ്പാസിറ്റർ ബാങ്ക്. പവർ സപ്ലൈയിലോട്ട് ആ രണ്ട് ഇലക്ട്രോഡിന് കണക്ഷൻ കൊടുത്തു. ആ രണ്ട് ഇലക്ട്രോഡിന് പവർ സപ്ലൈ കൊടുത്തു, ഇലക്ട്രിസിറ്റി കൊടുത്തു. അതൊരു ഹൈ കപ്പാസിറ്റീവ് ടൈപ്പ് കപ്പാസിറ്ററിൻ്റെ ഒരുപാട് ആയിരക്കണക്കിന് കപ്പാസിറ്ററുള്ള ഒരു ബാങ്ക്,
കപ്പാസിറ്റർ ബാങ്കാണിത്. അതിലുള്ള എനർജി ഡിസ്ചാർജ് ആണ്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസാണ് അല്ലേ. അപ്പോൾ ആ ഇലക്ട്രിക്കൽ എനർജീനെ അത് ഡിസിപ്പേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് ഇതിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കപ്പാസിറ്റർ ബാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ശേഷം എന്താ ചെയ്യും? നമുക്ക് ഈ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു മോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ മോൾഡിൻ്റെ പ്രത്യേകത, ആ മോൾഡിൽ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത്, എങ്ങനെയുള്ള ഷേപ്പുള്ള പ്രൊഡക്റ്റാണോ വേണ്ടത്, അതിനനുസരിച്ചിട്ടായിരിക്കും അത് ആ ഒരു മോൾഡിൻ്റെ ഷേപ്പ് ഉണ്ടായിരിക്കുക. ഇപ്പം നമുക്ക് വേണ്ടത് ഇങ്ങനെ ഷേപ്പിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് ആ മോൾഡിൻ്റെ ഷേപ്പും ഇതേപോലെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ആ മോൾഡിൻ്റെ ഷേപ്പും ഇതുപോലെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു? ആ മോൾഡിൻ്റെ മുകളിൽ ഒരു ഷീറ്റ് മെറ്റൽ കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ എന്നിട്ട് ക്ലാമ്പ് ചെയ്തു. ഇവിടെയും ആ ഷീറ്റിനെ ഒന്ന് ക്ലാമ്പ് ചെയ്തു. അപ്പോൾ ആ ഷീറ്റ് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിൻ്റെ ശേഷം എന്ത് ചെയ്തെന്ന് പറയുക, ഇതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് ആ ഷീറ്റ്. ഷീറ്റ് മെറ്റൽ. അതിനുശേഷം എന്ത് ചെയ്തു പറയുമോ, ഇങ്ങനെ ഈ സെറ്റപ്പ് അറേഞ്ച്മെൻറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ ഇലക്ട്രിസിറ്റി കൊടുക്കാം, എനർജി കൊടുക്കാം. ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു തിൻ മെറ്റൽ വയർ ഉണ്ട് കേട്ടോ. തിൻ മെറ്റൽ വയർ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു. അങ്ങനെ ഇലക്ട്രിസിറ്റി കൊടുത്ത് ഹൈ ഡിസ്ചാർജ് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഈ അറേഞ്ച്മെൻറ്റ്, ഈ വാട്ടറിൻ്റെ ഉള്ളിൽ ഒരു എനർജി വേവുകൾ പ്രൊഡ്യൂസ് ചെയ്യും. എനർജി റിലീസ് ചെയ്യും. ആ എനർജീൻ്റെ റിലീസിങ്ങിൻ്റെ ശക്തി കൊണ്ട് ഈ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ ഹൈ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ആ വേവുകൾ ചെന്നിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് അടിക്കാണ്. അതാണ് പ്രഷർ. ആ പ്രഷർ കാരണം എന്ത് സംഭവിക്കും? ഇവിടെ വെച്ചിട്ടുള്ള ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റ് ഇതേപോലെ അടിയിലേക്ക് താഴ്ന്നു കൊടുക്കും. അടിയിലോട്ടൊന്ന് താഴ്ന്നു കൊടുക്കും. അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ഷീറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ ഇലക്ട്രിക്കൽ എനർജിയുടെ ഷോക്ക് വേവ് കാരണമാണ് ഇവിടെ ഒരു ഇമ്പാക്റ്റ് ഫോഴ്സാണ്. ആ ഇമ്പാക്റ്റ് ഫോഴ്സ് കാരണമാണ് ഷീറ്റ് ഈ ഒരു ഷേപ്പിലോട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് ഇലക്ട്രിക്കൽ ഹൈഡ്രോഫോമിംഗ് പ്രോസസ്സ്. ഇനി ഇത് വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് ഷിയറിങ് ഓപ്പറേഷൻ. ഈ ഷിയറിങ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് ഷീറ്റ് മെറ്റലിനെ കട്ട് ചെയ്യുക. ഒരു വലിയ ഷീറ്റ് എടുത്തു, ആ ഷീറ്റിനെ ഇങ്ങനെ ചെറിയ സ്ലൈസുകളാക്കി മാറ്റുക. ചെറുതോ അല്ലെങ്കിൽ എങ്ങനത്തെ ഷേപ്പിലും വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഷിയറിങ് ഓപ്പറേഷൻ. അപ്പോൾ ഷിയറിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഷീറ്റ് മെറ്റൽ ഈസ് സെപ്പറേറ്റഡ് ബൈ യൂസിങ് പഞ്ച് ആൻഡ് ഡൈ. പഞ്ചും അതവിടെ ഒരു പഞ്ച് എടുത്തിട്ടുണ്ട്. പഞ്ചും ഡൈയും ഉപയോഗിച്ചിട്ട് ഷീറ്റ് മെറ്റലിനെ സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് ഷിയറിങ് ഓപ്പറേഷൻ. അതിൽ എന്താ ചെയ്യുന്നത്? ഷിയറിങ് ഓപ്പറേഷനിൽ കാര്യമായിട്ട് ബന്ധമുള്ളത് ഒന്നുമില്ല. ഇവിടെ ഒരു ഡൈ കണ്ടില്ലേ? ആ ഡൈയിൻ്റെ മുകളിലാണ് ഷീറ്റ് കൊണ്ടുവന്നിട്ട് വെക്കുന്നത്. എന്നിട്ട് ഒരു പഞ്ച് ഉപയോഗിച്ചിട്ട് പ്രസ് ചെയ്യും. പഞ്ച് ഉപയോഗിച്ച് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഷിയറിങ് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്ത് പോവുക. ഷിയറിങ് ഓപ്പറേഷൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സൈഡ്, ആ ഏത് ഭാഗമാണ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ആ കട്ടിങ് നടക്കുന്നത് ആക്ച്വലി
ഷിയറിങ് എന്ന ഓപ്പറേഷനിലൂടെയാണ്. ഷിയറിങ് എന്ന് പറയുമ്പോൾ ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഇങ്ങനെ കട്ടായി പോകുന്നതാണ് ഷിയറിങ് ഓപ്പറേഷൻ. ഓക്കെ, അത് ഷീറ്റിനെ ചെത്തിയെടുക്കുക ചെത്തിയെടുക്കുക മീൻസ് ഷീറ്റിനെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അടുത്തത് കട്ടിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ കട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട ഷേപ്പുകളൊക്കെ ഷീറ്റ് മെറ്റലിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ് കട്ടിംഗ് പ്രോസസ്സ്. കട്ടിംഗ് പ്രോസസ്സിൽ മെയിനായിട്ട് 2 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ബ്ലാങ്കിങ്ങും മറ്റൊന്ന് പഞ്ചിങ്ങും. പഞ്ചിങ്ങിൻ്റെ വേറൊരു പേരാണ് പിയേഴ്സിങ്. ബ്ലാങ്കിങ്ങും പഞ്ചിങ്ങും. ഇവിടെ ബ്ലാങ്കിങ് ഇറ്റ് ഈസ് ദ ഓപ്പറേഷൻ ഓഫ് കട്ടിംഗ് എ ഫ്ലാറ്റ് ഷേപ്പ് ഫ്രം ദ ഷീറ്റ് മെറ്റൽ. ഷീറ്റ് മെറ്റലിൽ നിന്ന് ഒരു ഫ്ലാറ്റ് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബ്ലാങ്കിങ്. എന്താ ചെയ്തത്? സിമ്പിളാണ്, ഒന്നുമില്ല. ഇതൊരു ഡൈ ഉണ്ട്, ഒരു പഞ്ച്. ഡൈയിൻ്റെ മുകളിൽ ഷീറ്റ് കൊണ്ടുവന്ന് വെക്കും. എന്നിട്ടോ അതൊരു പഞ്ച് കൊണ്ടുവന്നിട്ട് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു കോയിന് പോലെ നാണയം ഉണ്ടല്ലോ, ആ ഒരു നാണയം പോലെ ഒരു സംഭവം താഴത്ത് വന്ന് വീണു അല്ലേ? എങ്ങനെ വന്നത്? ഇതാണ് ഷീറ്റ്. ആ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്താണ് ഇവിടെ ഉണ്ട്. ഇതാണ് സംഭവം. ഇത് പഞ്ചാണ്. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഷീറ്റാണ്. ആ ഷീറ്റിൽ നിന്ന് പഞ്ച് ഉപയോഗിച്ചിട്ട് ഒരു സാധനം കട്ട് ചെയ്തെടുത്തു. ഒരു വട്ടത്തിലോ സ്ക്വയറിലോ സർക്കിളോ ട്രയാങ്കിളോ ഏതായിക്കോട്ടെ, ഇങ്ങനൊരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ആ കട്ട് ചെയ്തെടുക്കുന്നതിനെ പറഞ്ഞ പേരാണ് ബ്ലാങ്കിങ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബ്ലാങ്കിങ് എന്നാൽ എന്താണ്? ബ്ലാങ്കിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടത് കട്ട് ചെയ്തെടുക്കുക എന്നാണ്. വേണ്ട ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇവിടെ വേണ്ടത് എന്താണെന്ന് പറയുക, കുറേ കോയിനുകളാണ് വേണ്ടതെന്ന് വെച്ചോ. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് അല്ലേ? ഇതാണ് പ്രൊഡക്റ്റ്. നമുക്ക് വേണ്ട സാധനം ഇതാണ് പ്രൊഡക്റ്റ്. ഇങ്ങനത്തെ കുറേ ഷേപ്പ് വേണം. ഇങ്ങനത്തെ വട്ടത്തിലുള്ളതും അല്ലെങ്കിൽ ത്രികോണത്തിലോ സ്ക്വയറിലോ ഏത് ഷേപ്പുകൾ വേണം. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്റ്റ് അല്ലേ? പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ കുറേ ഒരു ഷീറ്റിൽ നമ്മൾ കുറേ വട്ടം ഒരു സർക്കിളുകൾ കട്ട് ചെയ്തെടുത്തു. 1 2 3 4 സർക്കിള് ഒരു ഷീറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ പിന്നത്തെ എന്തായി മാറി? നമുക്ക് ആവശ്യമുള്ള ഇവിടെ കട്ട് ചെയ്തെടുത്തു. ഒരു 4 സർക്കിളായിരുന്നു വേണ്ടിയിരുന്നത്. അത് നമ്മൾ ആവശ്യമുള്ളതാണ്. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി. ബാക്കി വരുന്ന ഭാഗം സ്ക്രാപ്പാണ്. ബാക്കി വരുന്ന ഭാഗത്തിന് വിളിക്കുന്ന പേരാണ് സ്ക്രാപ്പ്, വേസ്റ്റ് എന്നർത്ഥം. അപ്പോൾ ഇതിനെയാണ് ബ്ലാങ്കിങ് എന്ന് വിളിക്കുക. ഇവിടെ അതായത് ബ്ലാങ്കിങ്ങിൽ എന്ത് സംഭവിക്കും? ഇതാണ് ബ്ലാങ്ക് ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. ഇതാണ് പ്രൊഡക്റ്റ്. എന്തെന്നാണോ കട്ട് ചെയ്തെടുത്ത് അതാണ് വേസ്റ്റ് അല്ലെങ്കിൽ സ്ക്രാപ്പ് എന്ന് വിളിക്കും. ഇനി ഇതാണ് ഇത് സ്ക്രാപ്പും നമുക്ക് വേണ്ട സാധനം ബ്ലാങ്കും. ഇനി ഇതേ സാധനം തന്നെ സെയിം ഫിഗർ തന്നെയാണ്, കണ്ടില്ലേ? ഒരു ഡൈ ഉണ്ട്. ആ ഡൈയിൻ്റെ മുകളിൽ ഷീറ്റ് വെച്ചു. പിന്നെ പഞ്ച് കൊണ്ടുവന്നിട്ട് പ്രസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഇങ്ങനെ ഒരു സ്കർട്ട് കിട്ടി. സോ ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടെ നമുക്ക് വേണ്ടത് ഇങ്ങനെ കുറേ ഇവിടെ നമുക്ക് വേണ്ടത് എന്താ? ഇവിടെ വേണ്ടത് ഇങ്ങനത്തെ ഒരു ഷീറ്റാണ് വേണ്ടത്. ആ ഷീറ്റിൽ വട്ടം വേണം, ത്രികോണം വേണം, സർക്കിൾ വേണം, അല്ലെങ്കിൽ ഫുള്ള് വട്ടമോ ഫുള്ള് സർക്കിള് ആയിരിക്കും. അതാണ് ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ്. ഇവിടെ നമുക്ക് വേണ്ടത് ഇതാണ് പ്രൊഡക്റ്റ് എന്നാണ്. അതായത് പഞ്ച് ചെയ്ത
ഹോള് ഉണ്ടാക്കിയ ഷീറ്റാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഇതെന്തായി മാറി, പ്രൊഡക്റ്റായി. ഇത് സ്ക്രാപ്പായിട്ട് മാറി. ഓക്കെ, അതായത് ഈ ഫിഗറിൽ ഇതാ ഇപ്പം നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഹോളുകളുള്ള ഒരു ഷീറ്റാണ്. അതുകൊണ്ട് ഇതെന്തായി മാറി, പ്രൊഡക്റ്റായി മാറി. പിന്നെ ഇത് നമുക്ക് ഇവിടെ ആവശ്യമില്ല, നമുക്ക് ആവശ്യമില്ല ഈ സാധനം. നമുക്ക് വേണ്ടത് ഇതാണ്, അതുകൊണ്ട് വർക്കായി. അപ്പോൾ ഇതിനെ സ്ക്രാപ്പ് എന്ന് വിളിക്കും. ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ്, അതിനെ സ്ക്രാപ്പ് എന്നും വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത് ബ്ലാങ്ക്, ഇത് സ്ക്രാപ്പ്. ഓക്കെ.